ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മൈദ പൂരിയാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ രീതിയിൽ നമ്മൾ പൂരി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും എണ്ണ കുടിക്കാതെ നമുക്ക് പൂരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ പൂരി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിന് 3 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഈ മാവിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് നമുക്ക് ഈ മാവിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം വെള്ളം വന്നിട്ടുണ്ടെന്ന്. ഇതിന് എനിക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് വെള്ളമാണ് കേട്ടോ. 3 കപ്പ് മൈദ മാവിന് 1 കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കൈമേൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇത് ഞാൻ നോർമൽ വെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുത്തത്. ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്ക് എണ്ണ കുടിക്കാതെ ഈ പൂരി നല്ലതുപോലെ കിട്ടുന്നത്. നല്ല ക്രിസ്പിയുമായിരിക്കും, തീരെ എണ്ണ കുടിക്കുകയും ചെയ്യില്ല കേട്ടോ. നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാമേ. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൂരി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമ്മുടെ മൈദമാവ് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൂരിക്ക് വലുപ്പത്തിനുള്ള അനുസരിച്ച് ചെറിയ ഉരുളകളാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഈ പൂരി പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രസ്സുമ്മൽ വെച്ചാണ് കേട്ടോ ഇത് പൂരി പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് പൊടിയിട്ട് കുഴൽ വെച്ച് പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്താലും നല്ലതുപോലെ പൊങ്ങി വരും കേട്ടോ. അത് പൂരി നല്ല വീർത്ത് വരുന്നത് കാണാം കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ. എണ്ണ കുടിക്കാത്ത പൂരിയാകുമ്പോൾ നമുക്ക് കഴിച്ചാലൊന്നും ഉണ്ടാവില്ല. പക്ഷേ എണ്ണ കുടിച്ച പൂരി നമുക്ക് കഴിക്കുമ്പോൾ വേഗം മടുപ്പ് വരുമല്ലോ. ഇപ്പോൾ ഇതങ്ങനല്ല കേട്ടോ, തീരെ എണ്ണ കുടിക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന നമ്മൾ പൂരിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കഴിച്ചാൽ മതി. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരിയാണ്. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം.